ഹായ് വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് കൂടിയാണ്. നോക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് തേർഡ് പാർട്ടീസ് ഉള്ള വ്യക്തികൾക്കുള്ള റീഡിംഗ് ആണ്. തേർഡ് പാർട്ടീസ് ഇല്ലാത്തവർക്ക് ഈ വീഡിയോ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ഇതിലെല്ലാ കാര്യങ്ങളും എല്ലാ എനർജീസുമായിട്ട് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സിറ്റുവേഷൻസുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഈ റീഡിംഗ് സ്വീകരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ഇന്ന് നോക്കുന്ന ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയിൽ നിന്ന് നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളുടെ വ്യക്തി ഒരു പിടിച്ച് അല്ലെങ്കിൽ അടിച്ചമർത്ത ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. അതായത് മനഃപൂർവ്വം ആ വ്യക്തി വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ തേർഡ് പാർട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോഴത്തെ ഒരു എനർജിയിൽ. നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരുപാട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. മേ ബി നിങ്ങളായിരിക്കാം, ഒരു സൈഡ് തേർഡ് പാർട്ടി ആയിരിക്കാം. അതിനൊരു ജഗ്ലിങ് ചെയ്യുന്ന ഒരു ഫേസിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി എന്ത് വില കൊടുത്തും നിങ്ങളുടെ പേഴ്സണെ വിട്ടുതരാൻ പറ്റാത്ത അല്ലെങ്കിൽ തയ്യാറല്ലാത്ത ഒരു എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ടൈമിൽ ഒറ്റപ്പെട്ട യാത്രയിൽ അല്ലെങ്കിൽ ഏകാന്തമായിട്ടുള്ളൊരു ടൈമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനും ലൈഫിനെ എങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണം, എന്തായിരിക്കണം എന്നുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത കിട്ടാനായിട്ട് അവരൊരു സെൽഫ് അനാലിസിസ് ചെയ്യുന്ന ഒരു സ്റ്റേജിലാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്നാൽ തേർഡ് പാർട്ടി എന്ന് പറയുന്ന പേഴ്സൺ ഒരുപാട് പവർഫുൾ ആയ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരൊരുപാട് കർക്കശമായ ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അവർക്ക് ഒരു കാര്യത്തിലും വിട്ട് കൊടുക്കാൻ സാധിക്കില്ല. അതിന് അങ്ങേയറ്റം ഒരു വാശി കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ പേഴ്സണോട് തേർഡ് പാർട്ടിയുടെ ആറ്റിറ്റ്യൂഡോടെ കാണുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഇതിൻ്റെ ഇടയിൽ പെട്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അവർക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ഡിസിഷനിലാണ് പോകേണ്ടത് എന്ന കാര്യത്തിൽ വളരെ ഒരു തീരുമാനമെടുക്കാനുള്ളൊരു ജേണിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ തേർഡ് പാർട്ടിയുടെ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണ് ഒരു തിരിച്ചുവരവ് പ്രതീക്ഷിക്കാമോ എന്നൊരു ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 ഓഫ് സ്വാർഡ്സ് ആണ്. അപ്പോൾ 10 ഓഫ് സ്വാർഡ്സ് പറയുന്നത് ഒരു എൻഡിങ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത് മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വേദനാജനകമായിട്ടായിരിക്കാം ആ തേർഡ് പാർട്ടി അവരുടെ ലൈഫിൽ നിന്ന് പോകുന്നത്. അവർക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടാക്കിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. പക്ഷെ എന്തായാലും ആ ഒരു കാര്യത്തിനോടൊരു എൻഡിങ് എന്തായാലും വരുന്നുണ്ട്. ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഒരുപാട് പേടി മനസ്സിലുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു വ്യക്തത കുറവുണ്ട്. അവർ എന്തൊക്കെയോ ഒരു മിഥ്യാധാരണയിലാണ് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ളൊരു ശേഷി നഷ്ടപ്പെട്ട രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരേ സമയം ഭയം അവരുടെ മനസ്സിൽ അതിയായിട്ട് തന്നെ കയറി കൂടിയിട്ടുണ്ട്. അവർക്കൊരു തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല. അവർ ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ ചുറ്റുമുള്ള വ്യക്തികളെ ആയിരിക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അവരെന്തോ കാര്യത്തെ ഭയക്കുന്നുണ്ട് അമിതമായിട്ട്. ഇതിൽ ഈ രണ്ട് കാർഡ്സും പറയുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻഡിങ് സ്റ്റേജിൽ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഡെത്ത് കാർഡും പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. പോയിക്കൊണ്ടിരുന്ന കാര്യം എന്താണോ അതിൽ നിന്നും ആ വ്യക്തി റീബർത്ത് എടുത്ത് വരുന്ന ഒരു സ്റ്റേജാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ വ്യക്തി എങ്ങനെയായിരുന്നു തേർഡ് പാർട്ടിയോടൊപ്പം നിങ്ങളെ തള്ളിപ്പറഞ്ഞ അവസ്ഥകളും എല്ലാം ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളിൽ നിന്ന് ദൂരത്ത് പോയ അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷേ ആ വ്യക്തി ഒരു പുനർജനിച്ച് വരുന്ന ഒരു രീതിയിലായിരിക്കും ആ വ്യക്തി നിയർ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്നും ആ വ്യക്തിയെ ഒരുപാട് അകറ്റാനായിട്ട് തേർഡ് പാർട്ടിക്ക് സാധിച്ചു കാണും, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു ഗെയിം കളിക്കാനായിട്ട് അവർക്ക് സാധിച്ചു കാണും. പക്ഷേ അതൊരു ടെമ്പററി മാത്രമാണ്. അവർക്ക് അധികം നാൾ ഇത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സണെ അകറ്റി നിർത്താൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഈ ഒരു എൻഡിങ് ഉണ്ടാകുമ്പോൾ മേ ബി നിങ്ങളുടെ പേഴ്സണ് കുറച്ച് ഹേർട്ട്ഫുൾ ആയിട്ടുള്ളൊരു എൻഡിങ് ആയിരിക്കാം. അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള കുറ്റബോധങ്ങളോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇമോഷണൽ ഒരു ബ്രേക്ക് ഡൗൺ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നീങ്ങി വരുമ്പോൾ. കുറ്റബോധം എന്തായാലും ആ വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ഹോണ്ട് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. എന്തായാലും ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നിന്നിട്ട് അധികം നാൾ നിങ്ങളുടെ ലൈഫിൽ നിൽക്കുന്നതായിട്ടൂടെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും അതിനൊരു അവസാനം ഉണ്ടാകേണ്ടത് തീർച്ചയായിട്ടും ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അത് ഈ ഒരു ടൈമിൽ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞത് നിങ്ങളുടെ വ്യക്തിയെ പിടിച്ചു വെക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ആ വ്യക്തി കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് മേലെ ഒരു ആധിപത്യം സ്ഥാപിക്കുക, അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം എടുക്കാനുള്ള ഒരു സ്പേസ് കൊടുക്കാതെയാണ് തേർഡ് പാർട്ടി ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മേലെ റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആ ഒരു കാര്യം
ഇപ്പം നിങ്ങളുടെ പേഴ്സണ് മനസ്സിലായിട്ടുണ്ട്. അവർ 2 കാര്യങ്ങളും ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേസമയം നിങ്ങളുടെ പേഴ്സൺ ഒരു സോളോ ജേണിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അവരുടേതായ ഒരു വ്യക്തത കിട്ടാനും മറ്റുള്ളവരുടെ അടുത്ത് നിന്ന് തീരുമാനങ്ങൾ എടുക്കാൻ അഡ്വൈസ് ചോദിക്കുന്നതിനേക്കാളും അവർക്ക് എന്താണ് ആവശ്യം, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ള വ്യക്തത കിട്ടാനുള്ളൊരു താൽക്കാലികമായിട്ട് ആ വ്യക്തി വിട്ടു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു ടൈമിൽ മേ ബി നിങ്ങളായിട്ട് അധികം കോണ്ടാക്റ്റ് ഉണ്ടാകണമെന്നില്ല, കാര്യങ്ങൾ നീങ്ങി നിർത്താം. അത് അവർക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനുള്ളൊരു സമയം മാത്രമായിട്ടാണ് അവരതിനെ കണക്കാക്കിയിരിക്കുന്നത്. അവർക്കൊരു വ്യക്തത കിട്ടാനായിട്ട് എന്ത് തീരുമാനമായിട്ടാണ് അവർ മുന്നോട്ട് പോകേണ്ടതെന്നൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബ്രേക്കായിട്ട് മാത്രമാണ് അവരതിനെ കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഓവറോൾ എനർജിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നീങ്ങിപ്പോകാനുള്ളൊരു സാധ്യത തീർച്ചയായിട്ടും അവിടെ തള്ളിക്കളയാൻ പറ്റില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റെ ഒരു റീബർത്താണ് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. മൊത്തത്തിൽ ആ വ്യക്തി ഒരു ട്രാൻസ്ഫോം ആകാൻ പോകുന്നു എന്നാണ് നമുക്ക് ഈ റീഡിങ്ങിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.